Hello friends, welcome to the channel. 𝙑𝙠𝙗𝙬𝙬. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്മാർട്ട് ബൾബാണ്. നമ്മളിതിന് കുറച്ച് മുമ്പ് നമ്മുടെ എന്താ പറയുക സ്മാർട്ട് ബൾബ്സ് കുറേ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഹാലോണിക്സിൻ്റെ ചെയ്തിട്ടുണ്ട്, വിപ്രോൻ്റെ ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ പേര് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു സ്മാർട്ട് ബൾബാണ് കേട്ടോ. ഫിലിപ്സിൻ്റെ സ്മാർട്ട് ബൾബ് എന്ന് പറയുമ്പോൾ 9 വോൾട്ട് ആണ്. അതുപോലെ വാം കളറും കൂൾ കളറും അതുപോലെ RGB മോഡൽ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ട്. ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല, വാങ്ങിക്കാൻ എന്തായാലും പറയില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 രൂപയാണ്. പക്ഷേ ഞാനത് എന്തായാലും വാങ്ങിക്കണമെന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് വിപ്രോ അല്ലെങ്കിൽ ഹാലോണിക്സ് വാങ്ങിക്കാം. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. ഞാൻ എന്തായാലും ഇത് പറയാം. ഇതിൻ്റെ ആപ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറയാം. എന്തായാലും ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് വരുന്നത് അത് ആക്ച്വലി ഈ ബൾബാണ്. അപ്പോൾ ഇതിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസിന് ഇത് വേർത്തല്ല, ശരിക്കും വാല്യൂ ഫോർ മണി അല്ല. ഞാൻ ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് കണ്ടിട്ടാണ് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയാം. നമുക്ക് എന്തായാലും ഞാൻ ഓൾറെഡി പെയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങി. പെയറിങ് നമ്മൾ നോർമൽ പോലെ തന്നെ ഒരു ആപ്പിൽ ജസ്റ്റ് കണക്ട് ചെയ്യുന്ന വേണ്ട, വേറെ ഒന്നുമില്ല. പക്ഷേ ഒരു ആപ്പും കുറച്ചും കൂടിയും ഒരു യൂസർ ഫ്രണ്ട്ലി അങ്ങനെയൊന്നും അല്ല. ശരിക്കും വിപ്രോൻ്റെ ഹാലോണിക്സിൻ്റെ ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശരിക്കും വേസ്റ്റാന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ തീരെ യൂസർ ഫ്രണ്ട്ലി അല്ല. ഇതിന് ഫീച്ചേഴ്സ് മാതിരിക്ക് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. ഇതേ പ്രൈസ് നമുക്ക് കിട്ടുന്ന, ഇതിനായിട്ടും കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഹാലോണിക്സ് ഒക്കെ കിട്ടും. പക്ഷേ ഇതിനായിട്ടും ഭയങ്കര യൂസ്ഫുള്ളാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. RGBൻ്റെ ശരിക്കൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ ട്രൈ നോക്കുക. നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എല്ലാ വീഡിയോസും നമ്മൾ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് നോക്കിയാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആക്ച്വലി ഫിലിപ്സിൻ്റെ ബൾബിൻ്റെ ബോക്സ് നമ്മൾ എന്തായാലും പറഞ്ഞു നമ്മൾ ഓൾറെഡി ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ബോക്സ് ഇതാണ്. ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് വൈഫൈ LED കൊടുത്തിട്ടുണ്ട്, 16 മില്യൺ കളേഴ്സ്, വാം കോള്. പിന്നെ ബൾബ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈസി കൺട്രോൾ വിത്ത് ആപ്പ് ഓർ വോയിസ് കൊടുത്തിട്ടുണ്ട്, 2 ഇയർ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. വിസ് കണക്ട് ഒരു ആപ്പാണ്. പക്ഷേ എൻ്റെ എനിക്ക് ആപ്പൊന്നും തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല തീരെ. ബാക്കിയുള്ള വിപ്രോൻ്റെയോ അല്ലെങ്കിൽ ഹാലോണിക്സിൻ്റെ ഒക്കെ നോക്കുമ്പോൾ തീരെ യൂസർ ഫ്രണ്ട്ലി അല്ല. നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കൺട്രോൾ എനിവേർ, പ്രൈവസി ഗ്യാരണ്ടീഡ്, മൾട്ടി യൂസർ, മൾട്ടി ലൊക്കേഷൻ ഷെഡ്യൂൾ ഫീച്ചറിനൊക്കെ പറഞ്ഞ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ MRP കൊടുത്തേക്കുന്നത് 1999 രൂപയാണ്. പക്ഷേ നമുക്കത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് 699 ആണ്. ഹാലോണിക്സിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഹാലോണിക്സിൻ്റെ മുമ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ വിപ്രോൻ്റെ ഇട്ടിട്ടുണ്ട്. ഇതിൽ എനിക്കൊരു എക്സ്ട്രാ ഫീച്ചർ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എനർജി കാൽക്കുലേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വിപ്രോയിലും വരുന്നുണ്ട്. അപ്പോൾ അത് സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. ബോക്സും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ആണ്. പിന്നെ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 9 വാട്ട് ഫുൾ കളർ വൈഫൈ B22 ഒരു ബൾബാന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയറിൻ്റെ കാര്യം നമ്മളത് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ ഈ വിസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ബൾബ് നമ്മുടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ ആഡ് പെയർ ഒരു ക്രോസ് ബട്ടൺ ഉണ്ടാവും, നമ്മുടെ പെയർ ലൈറ്റ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റ് ചെയ്തോളും. നമുക്ക് വേറെ പെയർ മോഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ പാസ്വേഡ് കൊടുക്കുക, അത്ര തന്നെ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കാണിച്ചു തരാത്തത്. എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആപ്പ് ഞാൻ ഇപ്പോൾ എടുക്കാം. ഇതാണ് ആപ്പ് വിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആപ്പ് എടുത്തു. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയി. കണ്ടത് ലോഗിൻ ആവാൻ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റീലോഗിൻ ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പം കാണുന്നുണ്ട്. നിങ്ങൾ ആമസോണിൻ്റെ റിവ്യൂ നോക്കിയാൽ തന്നെ അറിയാം, കുറേ പേര് പറയുന്നുണ്ട് നമുക്കിത് ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇടയ്ക്കൂടെ ഡിസ്കണക്റ്റ് ആയിട്ട് റീലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബായി തോന്നി. പ്രത്യേകിച്ച് പിന്നെ കറണ്ട് പോകുമ്പോൾ, ഓണായിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് ബോറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് വരാനുണ്ട്. ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. ബൾബിൻ്റെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. എൻ്റെ എന്താ പറയുക ആപ്പ് ഇൻ്റർഫേസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ തീരെ യൂസർ ഫ്രണ്ട്ലി ആത്തൊരു സംഭവം. ഇതാണ് നമ്മുടെ ഞാൻ ആഡ് പറഞ്ഞത്. ഈ ബട്ടൺ കൊടുത്ത് നമുക്ക് ആഡ് പ്രൊട്ടക്ട് ചെയ്യാം, റൂം ആഡ് ചെയ്യാം. ഇതാണ് ബൾബ് കണ്ടോ. അപ്പോൾ ബൾബിൻ്റെ ഉള്ളിൽ ഓൾറെഡി കയറിയിരിക്കുന്നത് ഇത് കണ്ട് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് ബ്രൈറ്റ്നസ് മോഡും ബ്രൈറ്റ്നസ്സും കുറച്ചുണ്ട്. ഇത് നമുക്ക് കെൽവിൻ കൂടാനും കുറയ്ക്കാളുണ്ട്, കൂളായിട്ടും വേണ്ട. ഇതിൽ പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് ആക്ച്വലി RGB ബൾബാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മോഡൽ നെയിമും അതുപോലെ ഐക്കണും RGB ഇതൊക്കെ കാണിക്കാനുണ്ട്. നമുക്ക് റൂം എന്താ പറയുക ഫേഡിങ്ങിൻ്റെ ഇത് കൊടുക്കാം, ഇതും കൊടുക്കാം. പക്ഷേ ഇതിൽ നമുക്ക് മോഡ് എന്ന് പറയണത് ഈ മോഡുകളാണ് പറയുന്നത്. ഇത് നമുക്ക് അതിൻ്റെ റിമോട്ട് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വിസ്സുകാരുടെ ഇവരുടെ ഫിലിപ്സ് വിസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറേ ഡിവൈസുകളുണ്ട്. നമ്മുടെ എന്താ പറയുക ഈ ഓട്ടോമാറ്റഡ് സംഭവങ്ങളായിട്ടുള്ളത്.
ഏതൊരു ഫേക്ക് കോൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാന്നല്ലാണ്ട് വേറെ രക്ഷയില്ല. ഫുൾ പരസ്യമായിരിക്കും. അപ്പോൾ നമുക്കുണ്ട് ഇതിങ്ങനെ കുറേ മോഡുകളാണ്. ഫയർ പ്ലേസ് ഇതൊക്കെ ഇട്ടാണ് നമുക്ക് ഒരു കളേഴ്സ് ചെറുതായിട്ട് എങ്ങനെ കളേഴ്സ് കിട്ടുന്നുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് വെച്ച് കളർ ഇടാനുള്ള ഒരു മോഡ് നമുക്ക് സീൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും, പക്ഷേ നമുക്കിപ്പോൾ മറ്റേ വിപ്രോണിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ചിങ് മോഡ് ഇടാം. അതുപോലെ ഇങ്ങനെ കുറേ ഡെക്കറേറ്റിംഗ് മോഡ് ഇടാം. നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന മോഡ് ഇടാം, കളർ ചേഞ്ച് ആയിട്ട് ബ്ലിങ്ക് ആവുന്ന മോഡ് ഇടാം, ഇങ്ങനെ മാഞ്ഞു പോകുന്ന ടൈപ്പ് മോഡ് ഇടാം. അങ്ങനെ കുറേ മോഡുകൾ നമുക്ക് ഈ വിപ്രോണിലും ഹെലോണിക്സിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നാമത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നിങ്ങൾക്ക് ശരിക്കും ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു പെണ്ണാക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഭയങ്കര ബോർ ഇൻ്റർഫേസ്. എനിക്ക് പക്ഷേ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും ബോർ ഇൻ്റർഫേസ് ആവുമെന്ന് വെച്ചാൽ. നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ ഫ്രണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. കണ്ടോ, RGBയുടെ ഒരു ഫീച്ചറും കാണുന്നില്ല. നമുക്ക് കളർ സെറ്റ് ചെയ്യണമെന്ന് ഒന്നും കാണുന്നില്ല. കളർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. അതിൽ നമുക്ക് ആഡ് ചെയ്യണം കളറ്, നമ്മുടെ മോഡുകളിൽ പോയിട്ട് ആഡ് ചെയ്യണം. ഒക്കെ നല്ല കുറച്ചാണ് അത്യാവശ്യം നല്ല ബോറ് പരിപാടിയാണിത്. ഫേവറേറ്റ് റൂം അക്സസറീസൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് കണ്ടാൽ തന്നെ, ഫസ്റ്റ് അല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയി പോയത്. മറ്റേ അവരുടെ നമ്മുടെ വിപ്രോൻ്റെ കാണൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കൺട്രോൾ ചെയ്യാനും, RGB ഇടാനും, ഓട്ടോമാറ്റിക് കളർ ചേഞ്ചിങ് മോഡ് ഇടാനും ഒക്കെ ഈ ഭയങ്കര ഈസിയാണ്. ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലി സാധനമാണ്. പക്ഷേ വിപ്രോന് ഓൾമോസ്റ്റ് റേറ്റ് വിപ്രോന് വരുന്നത്. ഹെലോണിക്സിനാണെങ്കിൽ ഇതിനായിട്ടൊരു 100 രൂപ കുറഞ്ഞിട്ട്. ഞാൻ എന്തായാലും പറയുകയാണെങ്കിൽ നിങ്ങൾ ഹെലോണിക്സ് അല്ലെങ്കിൽ വിപ്രോ വാങ്ങിക്കാനേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫിലിപ്സിൻ്റെ ഒരു 9 വാട്ടിൻ്റെ സ്മാർട്ട് വൈഫൈ LED ഒരു റിവ്യൂ അല്ലെങ്കിൽ അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പക്ഷേ ആക്ച്വലി പേഴ്സണലി നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുള്ളൊരു റെക്കമെൻഡേഷൻ ആണ്. നിങ്ങൾ ട്രൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ നോക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, യൂട്യൂബിലും കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ പങ്കെടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.